വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ 10th പഠിച്ചൊരു ഫ്രണ്ടുണ്ട്. 10th പഠിച്ച ഫ്രണ്ട് എന്നല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പാത്തുവിൻ്റെ കല്യാണമാണ് നാളെ. അപ്പോൾ ഇന്ന് ഹൽദി നൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് എന്തായാലും ഹൽദിക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നാളെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നതും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും പോകുന്ന വിശേഷങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പാത്തുവിൻ്റെ കല്യാണം ഉണ്ട്, ഞങ്ങൾ മെഹന്തി ഇടാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ സ്റ്റീൻ എനിക്ക് മെഹന്തിയൊക്കെ ഇട്ട് തന്നു. ഇത് സാമ്പ്രനാണ് ഗൈസ്. സാമ്പ്രനെ കാത്ത് നിന്ന് കൊതുകടി കൊണ്ട് ഞാൻ ചത്ത് ഗൈസ്. ഞങ്ങൾ 6th സ്റ്റാൻഡേർഡ് തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഞങ്ങളെന്തായാലും 4 പേരുണ്ട് പരിപാടിക്ക് പോകാൻ. അപ്പോൾ 2 വണ്ടിക്കായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇവളെൻ്റെ വണ്ടി കയറി. ഹായ് ഗൈസ്, ഞാൻ പിന്നെയും വന്നു. നമ്മളിപ്പോൾ സ്റ്റീന ഇതെന്താ വിളിച്ചു നോക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റീനേനെയും കൊച്ചുവിനെയും കാത്തിക്കണം ഗൈസ്. ഇനി ഇവരെയും കൂടി ഇവിടെ നിന്ന് ചുമന്ന് കെട്ടി വേണം കല്യാണ വീട്ടിലോട്ട് പോകാൻ. മിക്കവാറും അവിടെ എല്ലാം തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലടി, അവിടെ പരിപ്പടയും ചായ ഫുഡ് ഉണ്ടോന്ന് ഗൈസ് കല്യാണ വീട്ടില്. ഇവള് മെഹന്തിക്ക് പ്രശ്നം കണ്ടിട്ടില്ല. ഇവർക്ക് വീട്ടിൽ നിന്ന് തിന്നാനും കൊടുക്കാറില്ല ഗൈസ്. ഇതെന്താണ് അവളന്മാരാണ് ഗൈസ്, ഞങ്ങൾ കാത്തു നിന്ന അവളന്മാര്. ഇനി നമുക്ക് പോവാം. എന്റെ മരവാഴകൾ നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? എൻ്റെ വീര കഥകളാണ് സാമ്പ്രനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സ്റ്റീനയുടെ കമ്മലിൻ്റെ അടി പോയി എന്ന് പറഞ്ഞാൽ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലെങ്കിൽ തന്നെ ലേറ്റായി. അതിൻ്റെ ഇടയിൽ കമ്മലിൻ്റെ അടി പോയിട്ട് ഞങ്ങൾ അവിടെ അതൊക്കെ തപ്പി ഹോളിലോട്ട് കയറി. എന്നൊന്ന് പറഞ്ഞു അവളെന്നെ പറഞ്ഞു. ഇത് വേറെ ആരും ഒന്നും പറയണ്ട. അതെ, ഇവിടെ ഒരു കഥ പറഞ്ഞാൽ നമ്മ ഇതൊരു പകുതി അങ്ങനെ കളഞ്ഞിട്ട് വേണം വിശ്വസിക്കാൻ. ഇതാണ് സാമറിൻ. ഇവളുടെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ വന്ന് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കുന്ന സ്വഭാവമാണ് ഇവക്ക്. ഭയങ്കര ദാനശീലയാണ്. ബ്ലഡ് വരെ ഊറ്റി കുപ്പിക്കണക്കിനാണ് കൊടുക്കണത്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ തരാം, മെസ്സേജ് അയച്ചാൽ മതി. അതെ, സ്റ്റീന കൊച്ചുവിനെ കൊല്ലുമെന്നാണ് പ്രാഥമിക നിഗമനം. മോന് വേറെ മേടിച്ചു തരാം. ഇറങ്ങി വിടന്ന് തല്ല് മേടിച്ചല്ലേ. എവിടെ വേണ്ട ആരുടെ നിന്റെ ചേട്ടൻ? ഇറങ്ങ് മോന് വേറെ മേടിച്ചു തരാടാ കുഞ്ഞ. ഇറങ്ങ്. പുറത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് നല്ല പോളിംഗ് ആണ് ഗൈസ്. കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. തിന്നു കഴിഞ്ഞാൽ അത് ദഹിക്കാനായി നടക്കുന്നതാണ് ഈ കാണുന്നത്. അതെ ഗൈസ്, അവളെന്താ പറയാൻ ശ്രമിച്ചത് വെച്ച് മറന്നുപോയി ഗൈസ്. അരണയുടെ ബുദ്ധിയാണ് ഗൈസ്. എങ്ങനെ SSLC പാസ്സായത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. കള്ള സർട്ടിഫിക്കറ്റ് ഡിഗ്രിക്ക് കൊണ്ട് പിന്നെ അവിടെ എല്ലാവരുടെയും ഫോട്ടോ സെഷൻ ആയിരുന്നു ഗൈസ്. ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പാട്ട് പാടുമ്പോൾ സാനിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഗൈസ്. ഇപ്പോൾ കണ്ടു, ഞാൻ പാട്ട് പാടുന്നത് നോക്കി അവൾ അന്തം വിട്ടതാണ് ഗൈസ്. അത് കഴിഞ്ഞ് കല്യാണ പെണ്ണിൻ്റെയും കസിൻസിൻ്റെയും നാട്യ നൃത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഹൽദി ഡേ അടിപൊളിയായിരുന്നു. ഹലോ ഗൈസ്, നമ്മളിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് പാത്തുവിന്റെ കല്യാണത്തിന് ഇതാണ് മാക്കാച്ചി സാമ്പ്രി. ഇട്ടോണ്ടിരിക്കുന്ന മാക്കാച്ചി സ്റ്റീര ഇനിയുണ്ട് ഗൈസ്. എന്നിട്ട് അവിടെ പോയിട്ട് വേറെ കുറെ മാക്കാച്ചി. അതിന് കൊച്ചു വന്നോളൂ. എന്റെ മുടി കെട്ടാനാണ് കൊച്ചു ഇങ്ങോട്ട് വന്നത്. അത് ഞാൻ അങ്ങേ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇറങ്ങാൻ പോണ ഗൈസ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ വരെ ഞാൻ കൊല്ലും ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങൾ
ഞങ്ങളെല്ലാരും കണ്ടുമുട്ടി ഗൈസ്. അത് റെനീച്ച ഇവരൊക്കെ ഇന്നലെ കണ്ടാടുണ്ട്. വേറെ 2 നല്ലവരായ മനുഷ്യർ വരുന്നു. 12 മണി തൊട്ട് ഇറങ്ങാൻ നിന്നിട്ട് 1 മണിയായപ്പോഴത്തേക്കും ഹോളിൽ വന്ന് കയറുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കുറച്ചേ വൈകിട്ടുള്ളൂ, അധികമൊന്നും വൈകിട്ടില്ല. ഏജിലാണെങ്കിൽ നല്ല രീതിക്ക് ഫോട്ടോ എടുപ്പ് പരിപാടികൾ നല്ല രീതിക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ. നമ്മുടെ പാത്തു കല്യാണം കഴിച്ച നിമിഷത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? പാത്തു കല്യാണം കഴിച്ച നിമിഷത്തിൽ സിനിമ എന്താണ് പറയാനുള്ളത്? ഈ നിമിഷത്തിൽ റെനീറ്റ സാനിയ എന്താ പറയാനുള്ളത്? പാത്തു കല്യാണം കഴിച്ച നിമിഷത്തിൽ അതാണ് നിനക്കൊന്നും പറയാനില്ലാത്ത. നിനക്കെന്താ പറയാനുള്ളത്? ഒന്നുമില്ല. നിനക്കെന്താ പറയാനുള്ളത്? സന്തോഷമുണ്ട്. നിനക്കൊന്നും പറയാനില്ല. ഞാനൊരു പ്രത്യേക ഒച്ച കേൾപ്പിച്ചു തരാം ഗൈസ്. ഞങ്ങളാരും തല്ലിയിട്ട് കരയുന്നതല്ല ഗൈസ്, അത് ചിരിക്കുന്ന ഒച്ചയാണ്, പണ്ടോട്ടേ ഉള്ളതാ അത്. പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പോയി, ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല പോളിംഗ് ആയിരുന്നു ഗൈസ്. എല്ലാം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീട്ടിലോട്ട് പോന്നു. പിന്നെ അവിടെ കയറാനൊന്നും നിന്നില്ല, നേരെ വീട്ടിലോട്ടേക്ക് പോന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പാത്തൂടെ കല്യാണ വിശേഷങ്ങൾ. എല്ലാവരും നല്ല രീതിക്കൊക്കെ എൻജോയ് ചെയ്തു ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബായ്.